നമസ്കാരം, നന്ദകുമാറാണ്. ഇപ്പോൾ കുന്തി ദേവിയുടെ വിഷയം ഇങ്ങനെ ഭയങ്കരമായിട്ട് വിവാദമായിട്ട് നിൽക്കുന്ന ഒരു അവസരത്തിൽ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം ബോച്ചെ, പേരെടുത്ത് തന്നെ പറയാം, ബോച്ചെ അതുപോലെ തന്നെ ഹണി റോസ്, ഈ രണ്ട് പ്രമുഖ വ്യക്തികളാണ് ലൈം ലൈറ്റിൽ നിൽക്കുന്നത്. ബോച്ചയോട് ഞാൻ തീർത്തു പറയണം, നമ്മളാരും ചോറ് കഴിക്കാത്തവർ, ഭക്ഷണം കഴിക്കാത്തവരല്ല. ബോച്ചെ പറഞ്ഞതിൻ്റെ അകത്ത് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു അതായത് ദ്വയാർത്ഥ പ്രയോഗം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുന്തി ദേവി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം സമൂഹം ഇവിടെ ഉണ്ട്. ആ സമൂഹം കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ബോച്ചെ. അതിൻ്റെ അകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നമുക്കത് തോന്നുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സരസ്വതിന്ന് അവിടെ ഉപമിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ നിങ്ങളത് വലിയൊരു ബിസിനസ് മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് തന്നെയാണ് അത് പ്രസൻറ്റ് ചെയ്തതെന്ന നിലയിലാണ് പല കമൻറ്റുകളും വരുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ ബോച്ചയ്ക്ക് അത് മാറ്റി പറയാൻ പറ്റുമോ? ബോച്ച ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ ബോച്ചയ്ക്ക് വേണമെങ്കിൽ അത് തിരുത്തി പറയാൻ പറ്റും. ഇവിടെ കുന്തി ദേവി എന്ന് പറയുമ്പോൾ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി തൊഴുന്നുണ്ട് ആ വീഡിയോയിൽ, അല്ലേ? ഞാനെല്ലാം കണ്ടതാണ്. അത് ഞാൻ ആസ്വദിച്ചോ എന്ന് ചോദിച്ചാൽ, ആസ്വദിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമാണോ എന്ന് സത്യസന്ധമായ രീതിയിൽ ചോദിക്കേണ്ടി വരും. ഇനി ഹണി റോസിൻ്റെ കേസ് എടുത്താൽ ഹണി റോസിനോട് പറയണം, ഉദ്ഘാടനത്തിന് നിങ്ങളെ വിളിക്കുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സാമൂഹികകരമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രശസ്തമാകുന്ന രീതിയിൽ എന്ത് സംഭാവനയാണ് ചെയ്തത്? ഞാൻ ഹണി റോസിനെ കണ്ടിരിക്കുന്നതിൽ എനിക്കിഷ്ടപ്പെട്ടൊരു സിനിമ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ലോഡ്ജാണ്. ബോയ് ഫ്രണ്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. വേറൊരു പടം എനിക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തത്, എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു റീച്ച് കിട്ടിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് അറിയില്ല കേട്ടോ. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്നില്ലേ, കാണുന്നില്ലേ എന്നൊക്കെ എനിക്കറിയില്ല. അപ്പം രണ്ട് കൂട്ടരും ഇതൊരു പരിധി വരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും അതൊരു സത്യമാണോ എന്ന് എനിക്കറിയില്ല. എനിക്കിതൊന്നും അറിയത്തില്ല, അതാണ് അതിൻ്റെ ഒരു രസം. ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ഇവരുടെ രണ്ടുപേരുടെയും പേര് പറഞ്ഞിട്ട് ഇങ്ങനൊരു വീഡിയോ ഇടണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇവരുടെ പേര് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടാൽ എക്സാക്ട്ലി എന്ത് സംഭവിക്കും? എന്തിനാണ് നമ്മൾ അവിടെ കൊളുത്തി, ഇവിടെ കൊളുത്തി, ഇപ്പുറത്ത് കൊളുത്തി, അപ്പുറത്ത് കൊളുത്തിയൊക്കെ പറയാൻ നിൽക്കുന്നത്? കുന്തി ദേവി എന്ന് പറയുന്ന വേർഡ് ഒരിക്കലും ഒരു തെറ്റല്ല. കുന്തി ദേവിയായിട്ട് ഹണി റോസിനെ ഉപമിക്കുക എന്ന് പറയുന്നതും തെറ്റല്ല. എവിടെയാണ് തെറ്റ് സംഭവിച്ചതെന്ന് വെച്ചാൽ, അവർ രണ്ടുപേരും അംഗീകരിച്ച, അവർക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ലാതിരുന്ന ഒരു പ്രോസസ്സിനെ ദ്വയാർത്ഥത്തിലാണത് പറഞ്ഞത് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരുന്ന സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾ, അതിന് വേദി ഒരുക്കിക്കൊടുത്ത ബോച്ചയുടെ പ്രസൻറ്റേഷൻ ഒരിക്കലും മലയാളി സമൂഹത്തിൻ്റെ മുന്നിൽ ഇപ്പം ഭയങ്കര ഉന്നതയിൽ നിൽക്കുന്ന ഒരാളുടെ വായിൽ നിന്നും മ്ലേച്ഛമായിട്ടുള്ള ഭാഷകൾ വരില്ല എന്നൊക്കെയാണ് പ്രതീക്ഷ. നമ്മളുടെ ഇത്രയും നാളത്തെ ഇപ്പം നസീറിൻ്റെ വായിൽ നിന്നും ഇതേപോലത്തെ തെറികൾ നമ്മൾ കേട്ടിട്ടില്ല. APJ അബ്ദുൽ കലാമിൻ്റെ വായിൽ നിന്നും ഞാനിങ്ങനത്തെ തെറികൾ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന മോശപ്പെട്ട വാക്കുകൾ കേട്ടില്ല. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ വായിൽ നിന്ന് കേട്ടിട്ടില്ല, A.R. റഹ്മാൻ്റെ വായിൽ നിന്ന് കേട്ടിട്ടില്ല. അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉന്നതിയിൽ നിൽക്കുന്ന, സമൂഹമായിട്ട് ഇടപഴകി നിൽക്കുന്ന ആരുടെയും വായിൽ നിന്നും ഇതുപോലത്തെ മ്ലേച്ഛമായ ഭാഷകളോ തെറിവിളികളോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. ഈ സമൂഹത്തിൽ വലിയൊരു മിസ്റ്റേക്കുണ്ട്. അതായത് ഒരു കുട്ടി ജനിക്കുന്നത്, അല്ലേ, ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരാൾക്ക്, കല്യാണം കഴിഞ്ഞൊരു വ്യക്തിക്ക് ഒരു മകനോ മകളോ ജനിക്കാതെ സങ്കടപ്പെട്ട് അവർ ആശുപത്രി മുഴുവനും കയറി ഇറങ്ങി, അമ്പലങ്ങളായ അമ്പലങ്ങളും ആരാധനാലയങ്ങളും തേടി നടന്ന് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നടക്കുമ്പോൾ ഈ കുട്ടീനെ ജനിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലൈംഗിക അവയവമുണ്ട്. അതിനെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ ഈ സമൂഹത്തിന് എന്താണൊരു ബുദ്ധിമുട്ട്? ഒരു ദേഷ്യം എന്നാൽ വിളിക്കുന്നത് ഈ ലൈംഗിക അവയവത്തിനെ അധിക്ഷേപിച്ചുകൊണ്ടാണ്. ഒരു കുട്ടി ജനിക്കുന്നത് എത്ര വലിയൊരു കാര്യമാണ്. APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഒരു വ്യക്തി ജനിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് എന്തോരം ഗുണമുണ്ടായി. സച്ചിൻ ടെണ്ടുൽക്കർ ജനിച്ചുകൊണ്ട് എന്തൊരു ഗുണമുണ്ടായി. അവർ രണ്ടുപേരെയും ജനിപ്പിച്ചിട്ടുള്ള ലൈംഗിക അവയവം തന്നെയല്ലേ എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളത്. ആ ലൈംഗിക അവയവത്തിനെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നതിൽ എന്താ ബുദ്ധിമുട്ട്? ഒരാളെ അധിക്ഷേപിച്ച് ഇടിച്ച് താത്താൻ വേണ്ടി പറയുന്നത് മുഴുവനും ലൈംഗിക അവയവങ്ങളെ അർത്ഥമാക്കിക്കൊണ്ടുള്ള മറുവാക്കുകളാണ്. ആദ്യം എടുത്തു മാറ്റേണ്ടത് അതാണ്. ലൈംഗികത അല്ലെങ്കിൽ സെക്സ് ഇറ്റ്സ് നോട്ട് എ ക്രൈം.
അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല. ഒരു വ്യക്തിയുടെ നിർബന്ധമില്ലാതെ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷേ അത് പരസ്പര സമ്മതത്തോടു കൂടി ചെയ്യുന്നത് തെറ്റല്ല എന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞ് നിൽക്കുമ്പോൾ എന്തിനാണ് അങ്ങനത്തെ വാചകങ്ങൾ ഒരാളെ അധിക്ഷേപിക്കാനോ തരം താഴ്ത്താനോ ഉപയോഗിക്കുന്നത്? അപ്പോൾ എവിടെയാണ് തെറ്റ്? പൂർവികരുണ്ടാക്കിയിട്ടുള്ള ഇമാതിരി ഡയലോഗുകളിലും വാചകങ്ങളുമാണ് തെറ്റുള്ളത്. രണ്ടാമത്തത്, ഉദ്ഘാടനങ്ങൾക്ക് പോയി ആവശ്യത്തിൽ കൂടുതൽ സമ്പാദിച്ച് പൈസകളിങ്ങനെ ഓരോന്നും മേടിച്ച് കൂട്ടിയതിന് ശേഷം അർഹതയില്ലാത്ത പൈസകളാണ് അതെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. കാര്യം, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ആളും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ആളും കായികപരമായിട്ട് വളരെയധികം ഉന്നമനത്തിലെത്തിയിരിക്കുന്ന ആളും അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ തലത്തിലേക്ക് സ്റ്റേറ്റ് വിന്നറായിട്ടുള്ള ആൾക്കാരും ഗിന്നസ് കിട്ടിയിട്ടുള്ള ആൾക്കാരുമൊക്കെ വീട്ടിൽ ചൊറിയും കുത്തി ഒരു ഉദ്ഘാടനം പോലും കിട്ടാതെ 10 പൈസയ്ക്ക് ഗുണമില്ലാതെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആൾക്കാർ എത്രയോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ഇവർക്കാർക്കും ഒരു തരത്തിലുള്ള ഉദ്ഘാടനത്തിന് പോകുമ്പോൾ പൈസ കിട്ടില്ല. ഇവർക്കാർക്കും ഒരു ഉദ്ഘാടനത്തിന് പോകുമ്പോഴും പൈസ കിട്ടാത്ത അവസ്ഥയിൽ എന്തിൻ്റെ അർഹതയുടെ പുറത്താണ് ഉദ്ഘാടനത്തിന് പോകുന്നത്? ഇപ്പം ബിനീഷ് ബാസ്റ്റൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്, ഉദ്ഘാടനം സ്റ്റാർ എന്നൊക്കെ വിളിക്കുക. പുള്ളിയുടെ സംഭാവന എന്താണ്? നമ്മളൊരു സ്ഥാപനത്തിലേക്ക് ഉദ്ഘാടനത്തിന് വിളിക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ ഓണറുടെ അയാളുടെ ഒരു മൈൻഡാണ് ആരെ വിളിക്കണമെന്നുള്ളത്. അതൊക്കെ. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മളൊരു പരസ്യം ചെയ്യുമ്പോഴും ഒരു ഉദ്ഘാടനം നടത്തുമ്പോഴും ഒക്കെ നമ്മൾ പൊതുജനത്തിന് കൊടുക്കുന്ന ഒരു ആശയം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഉദ്ഘാടനം നടത്തി അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് വിളിച്ച ആൾക്കാർ എന്ത് ആശയമാണ് അതുവഴി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ലച്ചി, അതുപോലെ തന്നെ ഹണി റോസ്, അവരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് വേറൊരു നടിയുടെ പേരും കൂടെ കേട്ടായിരുന്നു. എന്തോ ഒരു മുസ്ലിം എന്താണ്, പിന്നെ ഹിന്ദുവിൻ്റെ പേരെന്തായിരുന്നു. അപ്പം ശരീരവടിവുകളും ശരീരഭംഗികളും ആണ് നിങ്ങളൊരു ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെ തെറ്റ് പറയാൻ പറ്റത്തില്ല. കാര്യം അത് കാണാൻ ഒരു കൂട്ടം ആൾക്കാർ വരുമ്പോൾ അവരാണോ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ കസ്റ്റമേഴ്സ്? നിങ്ങളെല്ലാവരും വിൽക്കുന്നത് കോണ്ടം വല്ലതുമാണ്? അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. ലൈംഗിക അല്ലെങ്കിൽ അങ്ങനത്തെ വടിവുകളും അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക, ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്ന അല്ലെങ്കിൽ അതുപോലത്തെ ആൾക്കാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള വ്യക്തികളെ നിങ്ങൾ ഈ പറയുന്ന ഷോപ്പിലേക്ക് ഉദ്ഘാടനത്തിന് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ലൈംഗിക ഉപാധികൾ വല്ലതുമാണ്? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ലൈംഗിക ഉപാധികൾ വയ്ക്കുന്നത് തെറ്റൊന്നുമല്ല. എന്ത് തെറ്റ്? അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇപ്പം സ്പോർട്സ് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനത്തിലേക്ക് സ്പോർട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരാളെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് നമുക്ക് അംഗീകരിക്കാം. സ്പോർട്സ് നടത്തുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു സെലിബ്രിറ്റീനെ വിളിക്കുന്ന, സെലിബ്രിറ്റി എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ്. എനിക്കിപ്പോഴും അതിൻ്റെ അപ്പം ഒരാളല്ല ഇവിടുത്തെ തെറ്റുകാരെന്ന് പറയുന്നത്, അല്ലേ? സമൂഹം ഫസ്റ്റ് ഓഫ് ഓൾ തെറ്റാണ്. കാര്യം ഈ സാധനം ഫ്രണ്ടിലേക്ക് ഇങ്ങനത്തെ ഒരു ആശയം ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് ഇപ്പം തൊപ്പീനെ പോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന, ഹണി റോസിനെ പോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന, മിയ ഖലീഫിനെ പോലത്തെ ആൾക്കാരെയും സണ്ണി ലിയോണിനെ പോലത്തെ ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യുന്ന ഈ പറയുന്ന ആൾക്കാരും തന്നെ കേരളത്തിൽ എത്ര ശാസ്ത്രജ്ഞന്മാരുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ ഉണ്ടാവില്ല. കറണ്ട് കണ്ടുപിടിച്ച ആളാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാര്യം കറണ്ട് എന്ന് പറയുന്നത് അയാളുടെ ഉൽപ്പന്നമാണ് ലോകം മൊത്തം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് എല്ലാവരും 1 രൂപ വെച്ച് കൊടുത്തതിന് അയാൾ എന്ത് വലിയ സമ്പന്നനായി. അപ്പം സൊസൈറ്റി ഈസ് നോട്ട് ഗുഡ്, അല്ലെങ്കിൽ സൊസൈറ്റിയെ നിയന്ത്രിക്കുന്ന ആൾക്കാർ ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്. ദാറ്റ് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദീസ് ടൈപ്സ് ഓഫ് എലഗൻറ്റ് ന്യൂസസ് കംസ്. നമ്മളിവിടെ ആരെ തെറ്റ് പറയും? എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം സമൂഹം ഒരു സ്ഥലത്ത്, ആ എൻജോയ് ചെയ്യുന്ന ആൾക്കാരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വേറൊരു സമൂഹം വേറൊരു സ്ഥലത്ത്. സമ്മിശ്രഫലമായി ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു നിയമങ്ങൾ വന്നാൽ, ഇപ്പം അശ്ലീലങ്ങൾ പറയാൻ പാടില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഫേസ്ബുക്കിൻ്റെ അകത്ത് സുക്കംബർഗിന് അറിയാൻ പാടില്ലാത്തതാണോ ഈ ഫേസ്ബുക്കിൽ ഇത്രയും തെറിവിളികൾ വരുന്നത്? പുള്ളിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? കോഡ് വെച്ചാൽ പോരെ. ഈ തെറികളിപ്പം നമ്മൾ ഇതിനകത്തിരിക്കുന്ന ഓരോ തെറികളുടെ വാക്കുകളും എന്താ പറയുക, ഈ പറയുന്ന രീതിയിലുള്ള കോഡിങ് വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് അത് അപ്പം തന്നെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരൊരു സിസ്റ്റം ജനറേറ്റ് ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി
അത് പോവും, റിമൂവ് ആയി പോവും, ആർക്കും എഴുതിയിടാനും പറ്റത്തില്ല. അപ്പോൾ അവരങ്ങനെ ഒരു ഇത് വെക്കാത്തതിൻ്റെ കാര്യം പെർമിറ്റ് ചെയ്യുകയല്ലേ ആൾക്കാരെ, അങ്ങനെയുള്ള ആൾക്കാരെ കൂടുതൽ കൂടുതൽ വളർത്താൻ പെർമിറ്റ് ചെയ്യുകയല്ലേ. അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഫേക്ക് ഐഡീസിനെ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? എന്തിന് വാട്ട് ഇസ് ദ റീസൺ? നിങ്ങൾ പറയും ഫേക്ക് ഐഡീസിനെ എന്തിനാണ് സോഷ്യൽ മീഡിയ പ്രൊമോട്ട് ചെയ്യുന്നത്? അപ്പോൾ ഇവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതാരാണ്? അപ്പോൾ ആർക്കെതിരെയാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്? ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയും, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി ഈ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ എന്തെങ്കിലും കേസ് വരുവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നോക്കാം.